ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ അത്തക്കാഴ്ച കാണാനെ കൊണ്ട് നമ്മൾ കൊരമ്പാല പുത്തങ്കാവ് അമ്പലത്തിലാട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് അമ്മയുടെ വീട്, അതായത് ചേട്ടൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ രാത്രിയിലാട്ടോ എത്തിയത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും രണ്ട് കെട്ടുകാഴ്ചകളൊക്കെ റോഡിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കയറുന്ന ആ ഒരു സമയം കേട്ടോ. അപ്പോൾ അതാണ്ട് വന്ന വഴിക്ക് എടുത്ത വീഡിയോയും കാര്യങ്ങളും ഒക്കെയാണ് ഇത്. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ ഇത്ര രാത്രിയിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വന്നപ്പോഴും നമ്മൾ ഈ ഒരു സമയത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ എന്തായാലും എല്ലാ കൊല്ലവും തിരിച്ചു പോകുന്ന സമയത്താട്ടോ നമ്മൾ എന്തായാലും അമ്പലത്തിലേക്ക് വന്നത്. എന്തായാലും നല്ലൊരു അത്തക്കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. പറഞ്ഞു കേട്ടതിനേക്കാൾ അതിമനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ. അങ്ങനെ താണ്ട നമ്മളെല്ലാം നല്ല ലൈറ്റ് വെട്ടങ്ങളും അതുപോലെ തന്നെ നല്ല എത്ര പറഞ്ഞാലും മതി വരാത്ത രീതിയിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു കേട്ടോ. കാരണം പറഞ്ഞു കേട്ടുള്ള അറിവ് കൊണ്ടാണ് നമുക്കിതൊക്കെ അറിയാറ്. പക്ഷെ കണ്ണിൽ കാണുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണല്ലോ. അങ്ങനെ താണ്ട ഓരോ കെട്ടുരുപ്പടികളും കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തേതാ ഈ കാണുന്ന ഈ ഭീമന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ നിന്ന് ചെട്ടികുളങ്ങര ചെന്ന് ഇതുപോലെ ഭീമൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ പണിയാനെ കൊണ്ട് ചോദിച്ചിട്ട് അവരാരും കൊടുത്തില്ല. അങ്ങനെ അതിനുശേഷം അവിടെ എഴുന്നള്ളത്തിനിറക്കിയ സമയത്ത് പോയി കണ്ടതിന് ശേഷം രണ്ട് ആശാരിമാർ വന്ന് പണിതെടുത്തതാണിത്. അപ്പോൾ അത് അത്രത്തോളം വലുതാണ്. അങ്ങനെ പല പല കഥകൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും പറഞ്ഞു തന്നിട്ടുള്ള അറിവ് വെച്ച് പറഞ്ഞു കേട്ടോ. എന്നിരുന്നാലും ഭീമനും നരസിംഹവും അതുപോലെ ഹനുമാൻ സ്വാമിയും എല്ലാം വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. അങ്ങനെ താണ്ട് കേട്ടുരുപ്പടികളൊക്കെ ഒരുമാതിരിപ്പെട്ടതൊക്കെ ഗ്രൗണ്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കും കാര്യങ്ങളുമായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള തിരക്ക്. കാരണം ഈ നാട്ടുകാരുടെ കാത്തിരിപ്പാണല്ലോ ഇന്നേ ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ അത്തക്കാഴ്ച വളരെ മനോഹരമായിട്ട് കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു. അതിപ്പം എത്ര പറഞ്ഞാലും നമുക്കത് അറിയിക്കാൻ പറ്റില്ല. ഇപ്പോൾ ദാണ്ട് കണ്ടതാട്ടോ ഒറ്റക്കള. ഇതും അമ്പലത്തിൻ്റെ സ്വന്തമാണ്. ഇവിടുത്തെ എല്ലാ ഫ്ലോട്ടും അതുപോലെ കെട്ടുരുപ്പടികളും ഒക്കെ ഇവിടുത്തെ ഓരോ കരക്കാരുടെ സ്വന്തമാണെന്നാണ് പറയുന്നത്. മറ്റമ്പലങ്ങളിലേക്കൊന്നും ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാറൊന്നുമില്ല. ഇവിടെ തന്നെ എല്ലാ വർഷവും അതൊക്കെ ഒരു ഭംഗിയാട്ടോ. അതൊക്കെ ഒരു നാടിൻ്റെ ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയും അതുപോലെ തന്നെ ഒരു നാടിൻ്റെ ഒരുമിച്ചുള്ള ആ ഒരു സന്തോഷവും സഹകരണവും എല്ലാം നമുക്ക് ഈ ഒരു ഉത്സവത്തോടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എത്രത്തോളമാണ് ഇവിടുത്തെ അമ്മയുടെ ശക്തി എന്നുള്ളതും അതുപോലെ ഇവിടുത്തെ ഓരോ ജനങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു ഉത്സവം കാണുമ്പോൾ ആരും പറഞ്ഞു തരാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്നിരുന്നാലും മനസ്സിനുള്ളിൽ ഒരു വല്ലാത്തൊരു സന്തോഷം ഫീലിങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.